നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. തുലാം രാശിക്കാരാണോ നിങ്ങൾ? എങ്കിൽ 2026 ഈ വക്രശനിയുടെ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സമയമാണ്. കാരണം ശനി 6ാം ഭാവത്തിൽ വരുമ്പോൾ ശത്രുക്കൾ, കടബാധ്യതകൾ, ജോലി, മത്സരം, ആരോഗ്യകാര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അതേസമയം ശനിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നതിനാൽ ശനിയുടെ ചില കഠിന ഫലങ്ങൾ കുറയാനും വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിൽ നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതിനേക്കാൾ പ്രധാനമായി ഗുരു 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് തുലാം രാശിക്കാർക്ക് കരിയർ മേഖലയിൽ വലിയൊരു പോസിറ്റീവ് സൂചനയാണ്. രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രണയം, മക്കൾ, മാനസിക സമ്മർദ്ദം, തീരുമാനങ്ങൾ എന്നിവയിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനത്തിൽ തുലാം രാശിക്കാർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങളും പറയുന്നുണ്ട്. ആദ്യം നോക്കാം ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ഫലം. 6ാം ഭാവം എന്നത് രോഗം, കടം, ശത്രുക്കൾ, മത്സരം, ജോലി, സേവനം, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ശനി ഇവിടെ വരുമ്പോൾ ആദ്യം ഭയപ്പെടേണ്ടതില്ല. പലപ്പോഴും 6ാം ഭാവത്തിലെ ശനി ശക്തമായ സ്ഥാനമായാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് നിങ്ങളോട് മത്സരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് പതിയെ മേൽക്കൈ നേടാൻ സാധിക്കും. ഇതുവരെ നീണ്ടുപോയിരുന്ന ചില പ്രശ്നങ്ങൾ വീണ്ടും പരിഗണിക്കപ്പെടാം. കടബാധ്യതകൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കാം. ജോലിയിലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. ആദ്യഘട്ടത്തിൽ ഈ ഉത്തരവാദിത്തങ്ങൾ ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അത് തന്നെ നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകാം. അതായത് ശനി നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് ശക്തനാക്കുന്ന സമയമാണിത്. ജോലി ചെയ്യുന്ന തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലി സംബന്ധമായ മത്സരം കൂടിയേക്കാം. പക്ഷേ മത്സരത്തെ ഭയന്ന് പിന്നോട്ട് പോകേണ്ട സമയമല്ല. നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. മുമ്പ് നിങ്ങളെ അവഗണിച്ചിരുന്നവർ പോലും പിന്നീട് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടാനുള്ള സമയമാകാം. ശനിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നു. ജ്യോതിഷപരമായി ഗുരുദൃഷ്ടി പലപ്പോഴും സംരക്ഷണവും ജ്ഞാനവും നൽകുന്ന ഘടകമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ശനി നൽകുന്ന ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായാലും അവയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കാം. പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നും ഒരു വഴി കണ്ടെത്താൻ സാധിക്കാം. ജോലി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നതിന് പകരം സ്ഥിരതയോടെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ഭയക്കാതെ ഡിസിപ്ലിനോടെ മുന്നോട്ട് പോകുകയാണ് ഏറ്റവും നല്ലത്. ഇനി തുലാം രാശിക്കാർക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന കാര്യം ഗുരു 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. 10ാം ഭാവം പ്രധാനമായും തൊഴിൽ, കരിയർ, സ്ഥാനമാനം, ഉത്തരവാദിത്തം തുടങ്ങിയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കരിയർ മേഖലയിൽ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥിതിയാണ്. ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സമയം. സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് വളർത്താനുള്ള പുതിയ വഴികൾ തുറക്കാം. നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കാം. പ്രധാനപ്പെട്ട ആളുകളുടെ സപ്പോർട്ട് ലഭിക്കാം. ഇതുവരെ ചെയ്ത പരിശ്രമത്തിന് റിസൾട്ട് കിട്ടിത്തുടങ്ങുന്ന ഒരു ഘട്ടമായി ഈ കാലയളവിനെ കാണാം. പ്രത്യേകിച്ച് കരിയറിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നവർ ഈ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ഇനി സാമ്പത്തിക കാര്യങ്ങൾ. ജോലിയിലും കരിയറിലും പുരോഗതി ഉണ്ടാകുന്നതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയിലും മെച്ചം വരാനുള്ള സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. മുടങ്ങിക്കിടന്ന പണമിടപാടുകൾ പതിയെ ശരിയാകാം. കടബാധ്യതകൾ കുറയ്ക്കാനുള്ള അവസരവും ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വരുമാനം കൂടുന്നു എന്ന കാരണത്താൽ അനാവശ്യ ചിലവുകൾ വർദ്ധിപ്പിക്കരുത്. ഇനി തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം രാഹു 5ാം ഭാവത്തിൽ. 5ാം ഭാവം ബുദ്ധി, പഠനം, പ്രണയം, മക്കൾ, ക്രിയേറ്റിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. രാഹുവിൻ്റെ സ്വാധീനം കാരണം ചിലപ്പോൾ ഓവർ തിങ്കിങ്, കൺഫ്യൂഷൻ എന്നിവ ഉണ്ടാകാം.
ഒരു കാര്യത്തെക്കുറിച്ച് അധികം ചിന്തിച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കുക. പ്രണയബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കുക. അതുകൊണ്ട് സംശയത്തിൻ്റെ പേരിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധ വേണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഇത് പൊതുവായ ജ്യോതിഷഫലം മാത്രമാണ്. വ്യക്തിഗത ജാതകമനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് കോൺസെൻട്രേഷൻ നിലനിർത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരാം. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനു പകരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. 2026 ഈ കാലഘട്ടത്തിൽ തുലാം രാശിക്കാർക്ക് ലഭിക്കാവുന്ന പ്രധാന നേട്ടങ്ങൾ: ജോലി രംഗത്ത് മുന്നേറ്റം, മത്സരങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യത, കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള അവസരം, പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം, പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഇത് മുഴുവനായും മോശം കാലഘട്ടമല്ല, മറിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ തുലാം രാശിക്കാർക്ക് വളർച്ച നേടാൻ കഴിയുന്ന സമയമാണ്. ലളിതമായ പരിഹാരങ്ങൾ ഇവയാണ്. ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ശനി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ കർമ്മത്തിൽ സത്യസന്ധത പുലർത്തുക, ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.